സ്കൂളിൻ്റെ 50ാം വാർഷികത്തിന് കവിതാ സമാഹാരം തന്നെ തയ്യാറാക്കി സ്കൂളിന് സമ്മാനം നൽകിയിരിക്കുകയാണ് ഈ ഇരട്ട സഹോദരങ്ങൾ. എനിക്ക് തോന്നുന്നു വയനാട് ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂടിയാണ്. ഇപ്പോൾ മന്ത്രി തന്നെ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നു. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. മന്ത്രി തന്നെ ഇത് പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. സന്തോഷമുണ്ട്. നേരത്തെ കവിത എഴുതുന്ന ആളുകളാണ്. അപ്പോൾ ഈ 50ാമത്തെ വാർഷികത്തിന് ഇങ്ങനൊരു കവിതാ സമാഹാരം ഇത് പ്രകാശനം ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ? വിചാരിച്ചിരുന്നില്ല, പെട്ടെന്ന് നടന്നതാണ്. രാശിയം ആരെങ്കിലും പറഞ്ഞതാണോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ നിങ്ങളുടെ ഉള്ളിൽ വന്നതാണ്? അതെ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ രവീന്ദ്രൻ സാർ, പിന്നെ സിജു സാർ, ചാച്ച, ജയരാജ് സാർ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിച്ചാണ്. എത്ര കവിതകളുണ്ട് ഇതിൽ? 47 രണ്ടുപേരും നേരത്തെ കവിത എഴുതുന്ന ആളുകളാണല്ലേ? 5ാം ക്ലാസ് മുതൽ എഴുതുന്ന ആളാണ്. കവിതയുടെ ഒരു ഉള്ളടക്കം, ഓരോ കവിതയും വ്യത്യസ്തമായിരിക്കും, എന്നാലും ഒരു ഉള്ളടക്കം എന്താണ്? സ്കൂളുമായി ബന്ധപ്പെട്ടതാണോ? എങ്ങനെയാണ്? പ്രകൃതിയാണ് ആശയം മൊത്തത്തിൽ. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ ആഘോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇനി സ്കൂളിൽ? ഉണ്ടായിരിക്കും. സന്തോഷമായി. ഇപ്പം മന്ത്രിയുടെ അടുത്ത് വന്നു, മന്ത്രി തന്നെ പ്രകാശനം ചെയ്തപ്പോൾ അത് സന്തോഷമായി അല്ലേ? എന്നിട്ട് പേര് പറയാം. വൈഗിയുമാണ് ഈ കവിതാ സമാഹാരം തയ്യാറാക്കിയിരിക്കുന്നത്. നവേന്ദു കിരണങ്ങൾ എന്നുള്ളതാണ് പേര്. ഏതായാലും മന്ത്രി പ്രകാശനം ചെയ്തിട്ടുണ്ട്. സ്കൂളിനുള്ള ഒരു സ്നേഹസമ്മാനം എന്നുള്ള നിലയിലാണ് അധ്യാപകരുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ഇത്തരമൊരു പുസ്തകം ഏതായാലും പ്രകാശനം ചെയ്യുന്നത്.